ഇന്ന് നമ്മുടെ ബൊളീവിയൻ വിപ്ലവകാരിയായിട്ടുള്ള ചെഗുവേര മരിച്ച ദിവസമാണ്, സ്മരണ ദിനാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകള് താഴേക്ക് 40 വട്ടം ചെഗുവേരയിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. ചെഗുവേരയുടെ ഒരു വാക്കുണ്ട്, അനീതി കണ്ടാൽ പ്രതിഷേധം കൊണ്ട് നിങ്ങളുടെ ശരീരം വിറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഖാക്കളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള ചെഗുവേരയുടെ പിന്മുറക്കാർക്ക് ഇപ്പോൾ ഉള്ള അസുഖം എന്താണെന്ന് പറഞ്ഞാൽ, അവർക്ക് സ്വർണവും പണവും കണ്ടാൽ അത് കൈക്കലാക്കാതെ ആർത്തിമൂത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നവരാണ് കേരളത്തിലെ സഖാക്കന്മാരെന്ന് നമുക്കിപ്പോ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ വിചാരിച്ചത് ഇവര് നിരീശ്വരവാദികളാണ്, ഇവർക്ക് അമ്പലത്തിലെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, അവര് ഭരണത്തിൽ എത്തുന്നത് കൊണ്ട് ദേവസ്വം ബോർഡും കൂടെ അങ്ങ് കൈകാര്യം ചെയ്യുകയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, ഈ വകുപ്പുകളെല്ലാം ഭരണവർഗക്കാർക്ക് കൊള്ളയടിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള ഉപാധിയാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് അവര് ദേവസ്വം ബോർഡില് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് തലമുകഞ്ഞ് ആലോചിക്കുമ്പോഴാണ് അതിന് തൊട്ടു മുമ്പേ ഭരിച്ചവരെ അവർക്ക് മാതൃക കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സതീശനൊക്കെ ഇപ്പൊ നിയമസഭയിൽ കാണുന്ന കോപ്രായങ്ങളുണ്ടല്ലോ, ആരുടെ കാലത്താണ് ഈ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ശബരിമലയിൽ തൊട്ട് കളിച്ചത്. പരമഭക്തരായിട്ടുള്ള BS ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുമ്പോഴാണ് അവിടെ ആവശ്യത്തിലധികം പാത്രങ്ങൾ ഉള്ളപ്പോ മൂപ്പരുടെ അനിയൻ BS ജയകുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറെ കൊണ്ട് കോടിക്കണക്കിന് ഉറുപ്പിയുടെ പാത്രങ്ങൾ വാങ്ങിയിട്ട് അവിടെ ഡംപ് ചെയ്യാൻ. ശബരിമലയ്ക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ അന്ന് അഴിമതി കണ്ടെത്തിയിട്ടുള്ളതാണ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെയാണ് ബെയിലി പാലം നിർമ്മിച്ചത്. ആ ബെയിലി പാലം ഇപ്പോഴും നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്, ഭക്തന്മാർക്ക് അത് ഉപകാരമില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ആ ബെയിലി പാലം നിർമ്മിച്ചതിന്റെ ബാക്കി സാധനങ്ങൾ ജോധ്പൂരിലെത്തിക്കാൻ 15 ലക്ഷം രൂപ ചെലവായി എന്ന് വൗച്ചറിൽ എഴുതി വെച്ച് തട്ടിയവരാണ് ഈ ഉമ്മൻചാണ്ടിയുടെയും BS കുമാറിന്റെയും ആളുകൾ. അതുപോലെ തന്നെ വനം ഏറ്റെടുക്കാൻ വേണ്ടി, ശബരിമല വികസനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള അഴിമതികൾ, ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടിട്ടാണ് പിണറായി വിജയനും കൂട്ടർക്കും ഇപ്പോ ശബരിമലയിലും കൂടെ ഇത് തട്ടിപ്പ് നടത്താനുള്ളൊരു ഉഗ്ര സ്ഥലമാണ് എന്നിപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. കളിച്ച് നേരത്തെ ഇപ്പൊ അശ്വിനി പറഞ്ഞതുപോലെ അയ്യപ്പനും ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. ബാക്കിയൊക്കെ പോയി, കട്ടളപ്പടി പോയി, ഡ്യൂപ്ലിക്കേറ്റായി. അത് കഴിഞ്ഞ് ശിവരൂപം അത് പോയി, ഡ്യൂപ്ലിക്കേറ്റായി. ആ ശിവരൂപത്തിലുള്ള ചുറ്റിലുള്ള പ്രഭ അത് പോയി, ഡ്യൂപ്ലിക്കേറ്റായി. അവിടെ വ്യാളി രൂപമുണ്ട്, ആ വ്യാളി രൂപം ഡ്യൂപ്ലിക്കേറ്റായി. അതിനും ശേഷമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഒട്ടിച്ച സ്വർണ്ണപ്പാളി അങ്ങനെ മാറിയിട്ട് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് പുതിയ ചെമ്പ് പാളികളായിട്ട് മാറി എന്നിപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. ആരാ കണ്ടെത്തിയത്? കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളാരുമല്ല. പിണറായി വിജയനെ കൂട്ടരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, CPM, പിണറായി സർക്കാർ, ഇവർ സ്വർണ്ണക്കള്ളന്മാരാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയാണ് ഇപ്പോ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഈ ദേവനെ കാക്കാൻ ഈ ഭരണകർത്താക്കൾ വരുമെന്നുള്ള വിശ്വാസം യഥാർത്ഥ വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ വിശ്വാസികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയതിനെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധ മാർച്ചുകള് നടത്തുകയാണ്. നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഞങ്ങള് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ച് വീട്ടിൽ പോകും എന്ന് ഈ അമ്പലക്കൊള്ള നടത്തുന്ന ഈ മതേതരക്കാരുണ്ടല്ലോ, എല്ലാരും തുല്യരാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ LDFിലും UDFിലും പെട്ട മതേതരന്മാര് ഈ അമ്പലക്കൊള്ള നടത്തുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ കലക്ടറേറ്റിലേക്ക് റോഡിലും വന്ന് പ്രക്ഷോഭം നടത്തി തിരിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം പോയി ശബരിമലയിലല്ല, ഇപ്പോ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പല അമ്പലങ്ങളിലും ഇത്തരത്തിൽ നടന്നിട്ടുള്ള എന്താ പറയുന്നത് കൃത്രിമമായിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച്, അഴിമതിയെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദേവനെ കാക്കാൻ
ദേവനും യഥാർത്ഥ വിശ്വാസികളും മാത്രമേ ഉണ്ടാവൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് കേരളത്തിലെ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരും ദേവീദേവന്മാരുടെ ഭക്തന്മാരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സമ്പൽ സമൃദ്ധമായിട്ടുള്ള അമ്പലങ്ങൾ, സ്വർണം പൂശിയിട്ടുള്ള കൊടിമരങ്ങള്, നിറഞ്ഞു കവിയുന്ന ഭണ്ഡാരങ്ങള്, ദ്വാരപാലക ശില്പങ്ങള്, 7 പൊന്നാന ഇവയൊക്കെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ വിശ്വാസികളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്നും ഈ മതേതരന്മാരുടെ അമ്പലക്കൊള്ള ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുമെന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടും, 4 ചാനൽ ചർച്ച കൊണ്ട്, 2 പ്രതിഷേധ മാർച്ച് കൊണ്ട് നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ മേലാണ് നിങ്ങൾ കൈവച്ചിരിക്കുന്നത്. കാരണം അയ്യപ്പ ഭക്തന്മാരൊക്കെ തങ്ങളാലാവുന്ന വിധത്തിൽ അമൂല്യമായിട്ടുള്ള കാണിക്കകളാണ് ശബരിമലയിലൊക്കെ കൊണ്ടുവരുന്നത്, അല്ലെ? അപ്പൊ നമ്മള് എല്ലാവരും നേരിട്ട് കാണുന്ന ഈ കട്ടളപ്പടി പറിച്ചു കൊണ്ടുപോകുന്നവർക്ക് ഈ കാണിക്കയിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തി, സൂക്ഷ്മദർശനം നടത്തി ഈ നാട്ടിലെ ഭക്തന്മാരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ മുഖ്യമന്ത്രി നാഴികക്ക് 40 വട്ടം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളം നമ്പർ 1 ആണ്. ഇപ്പോ ഒരു വിഷയത്തിൽ കൂടി കേരളം നമ്പർ 1 ആയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ, ആ ശ്രീകോവിൽ ഭരണാധികാരികൾ തന്നെ, അത് നടത്തിപ്പുകാർ തന്നെ അത് അടിച്ചു മാറ്റുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നതാണ്. അവിടെ നടന്നിരിക്കുന്നത് പകൽ കൊള്ളയാണ്, പട്ടാപ്പകലുള്ള കവർച്ചയാണ് അവിടെ നടന്നിരിക്കുന്നത്. ശബരിമലയിലെ വിശുദ്ധി, ശബരിമലയുടെ പരിശുദ്ധി, ആ പരിശുദ്ധിക്ക് കളങ്കമേറ്റിരിക്കുന്നു. കാരണം പണിത വാതിൽ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്നത്. ദ്വാരപാലക ശില്പങ്ങൾ അത് പല സ്ഥലത്തും പ്രദർശന വസ്തുവാക്കി. പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ മറുപടി? നമ്മുടെ മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ട്, CKPയും ഞാനും അവിടുന്ന് സാധാരണ പറയുന്നതാണ്, എനിക്കറിയില്ല. ഇപ്പോ ഈ സ്വർണം എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് എനിക്കറിയില്ല, ദേവസ്വം മന്ത്രി പറയുന്നത് എനിക്കറിയില്ല, മുഖ്യമന്ത്രി പറയുന്നത് എനിക്കറിയില്ല. ഈ എനിക്കറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എക്കാലത്തും ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിക്കാൻ സാധിക്കില്ല. ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒളിച്ചുകളി, ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾ അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, എവിടെ പോയി വിജയ് മല്യ നൽകിയ സ്വർണം, ആ സ്വർണം എവിടെയുണ്ടെങ്കിലും ആ സ്വർണം തിരിച്ചു കിട്ടുന്നത് വരെ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഈ പ്രക്ഷോഭത്തിന്റെ പാതയിൽ തുടരും. ഈ കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. അതോടൊപ്പം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭത്തിന്റെ പാതയിൽ നമ്മുടെ രാജ്യത്തെ, ലോകത്തെ അയ്യപ്പ ഭക്തരോടൊപ്പം എക്കാലത്തും ഉണ്ടാകും.